ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും റൂബീസ് കിച്ചണിലേക്ക് സ്വാഗതം. റൂബീസ് കിച്ചൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ഹാപ്പി ന്യൂ ഇയർ. പുതുവർഷത്തെ വരവേൽക്കാനായിട്ട് ഒരു ട്രഡീഷണൽ നെയ്പത്തിരിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഒരു സ്നാക്കായിട്ടോ അല്ലെങ്കിൽ കറിയോടൊപ്പമോ വിളമ്പാൻ പറ്റുന്ന ഒരു നല്ലൊരു പലഹാരമാണ് നെയ്പത്തിരി. നെയ്പത്തിരി, എണ്ണപ്പത്തിരി, പൊരിച്ച പത്തിരി എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നു. നെയ്പത്തിരിയുടെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഒപ്പം ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്കിനി പോകാം വീഡിയോയിലേക്ക്. നമ്മുടെ പത്തിരിയുടെ റെസിപ്പി സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. എങ്കിൽ മാത്രമേ ട്രഡീഷണൽ രീതിയിൽ എങ്ങനെ പത്തിരി തയ്യാറാക്കാമെന്നും അതുപോലെ തന്നെ അതിൻ്റെ ടിപ്സും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നെയ്പത്തിരിക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വറുത്ത അരിപ്പൊടി 2 കപ്പ്, ചുവന്നുള്ളി 10 തൊട്ട് 15 വരെ എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി അല്ലി 4 എണ്ണം, ജീരകം 1/4 ടീസ്പൂൺ, നാളികേരം 3/4 കപ്പ്, പച്ചമുളക് 1 എണ്ണം, അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി, നെയ്യ് 5 ടേബിൾ സ്പൂൺ. ആദ്യം നമുക്കൊരു മിക്സിയുടെ ജാറിൽ ചുവന്നുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. ഇനി ഒരു കടായി എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് മെൽറ്റ് ആകുമ്പോൾ ചതച്ച് വച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഉള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഒരു പച്ചമണം മാറി വരുന്നതുവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ശേഷം 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. അതൊന്ന് നന്നായി വെട്ടി തിളച്ച് വരുമ്പോൾ ഉപ്പും 1 ടേബിൾ സ്പൂൺ നെയ്യും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിൽ നാളികേരവും ജീരകവും കൂടി ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. നന്നായി അരയേണ്ട, ഒന്ന് ചതഞ്ഞ് വന്നാൽ മതിയാകും. ഇനി അതിലേക്ക് അരിപ്പൊടി അല്പാൽപ്പം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം നല്ലതുപോലെ വെട്ടി തിളച്ചതിന് ശേഷമേ അരിപ്പൊടി ചേർക്കാവൂ. അരിപ്പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് അരച്ചു വെച്ച നാളികേരം ജീരകം മിക്സിനെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നന്നായി ഇളകി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്ത് ഒരു 3 മിനിറ്റ് നമുക്ക് അടച്ച് വയ്ക്കാം. ഒന്ന് സെറ്റായിരിക്കാനാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഒരു ചെറിയൊരു ചൂടൊന്ന് കുറവും വരും. ഇനി നമുക്കതിനെ മൂടി തുറന്ന് അതിനെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ചെറിയ ചൂടോടുകൂടി തന്നെ നന്നായിട്ട് കൈകൊണ്ട് പ്രസ് ചെയ്ത് കുഴച്ചെടുക്കണം. ചൂട് നല്ലവണ്ണം ഉണ്ടെങ്കിൽ ഒന്ന് കയ്യിൽ വെള്ളമോ എണ്ണയോ തടവിയ ശേഷം നമുക്ക് വീണ്ടും കുഴച്ചെടുക്കാം. ചെറിയ ഉരുളകളാക്കി എടുത്ത് ഒന്ന് പരത്തിയ ശേഷം ഗ്ലാസ് കൊണ്ടോ അല്ലെങ്കിൽ കട്ടർ ഉപയോഗിച്ചോ അതിനെ ഷേപ്പ് ചെയ്തെടുക്കാം. അധികം തിന്നുമാകാൻ പാടില്ല, കട്ടിയുമാകാൻ പാടില്ല. ഇതുപോലെ വേണം എടുക്കാനായിട്ട്. പത്തിരി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായി എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പത്തിരി ഓരോന്നോരോന്നായി എടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ തിരിച്ചും മറിച്ചും ഇട്ട് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് വറുത്ത് കോരാം. ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള എണ്ണപ്പത്തിരി അഥവാ നെയ്പത്തിരി റെഡിയായി കഴിഞ്ഞു. ഇനി അത് ചൂടോട് കൂടിയോ തണുത്തോ കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സ്നാക്കായും കറിയോട് കൂടി ചേർത്തും ഇത് കഴിക്കാൻ സൂപ്പറാണ്. ട്രഡീഷണൽ രീതിയിലുള്ള ഈ പലഹാരം തട്ടുകളിൽ കിട്ടുന്നതിനേക്കാൾ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വീടുകളിൽ ചെയ്തെടുക്കാൻ കഴിയും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. കൂടെ തന്നെ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. ഒരിക്കൽ കൂടി റൂബീസ് കിച്ചൻ്റെ എല്ലാ വ്യൂവേഴ്സിനും പുതുവത്സര ആശംസകൾ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.